നമസ്കാരം. കടുങ്ങല്ലൂർ സ്നേഹതീരത്തിന്റെ താങ്ങും തണലുമായി തട്ടത്തിനുള്ളിലെ മാലാഖ ശ്രീമതി സീനത്ത് എന്ന നഴ്സ്, ഹോം കെയർ സാമൂഹിക പ്രവർത്തക, മനുഷ്യസ്നേഹി എന്നിങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന രോഗികൾക്കും ആശ്രിതർക്കും സാമൂഹിക സാംസ്കാരിക മേഖലകളിലുള്ളവർക്കും ഏറെ പ്രിയപ്പെട്ട ശ്രീമതി സീനത്ത് അവരുടെ വിശേഷങ്ങൾ ജെ ടൈംസിലൂടെ സീനത്ത് സംസാരിക്കുന്നു. ഒരു അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നു. ഏതാണ്ട് കുറെ വർഷങ്ങളായി സാമൂഹ്യ പ്രവർത്തനമായ രംഗത്ത് നിലവിലുണ്ട് അല്ലേ? അപ്പൊ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കൂടുതൽ ചെയ്യണതെന്ന് പറയാൻ പറ്റും? മെയിനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്നേഹതീരം സ്ഥാപനത്തിൽ HIV പേഷ്യൻസിനെ കെയർ ചെയ്യാന്നുള്ളതാണ്. എയ്ഡ്സ് രോഗിയാണ്. അതോടൊപ്പം തന്നെ ചെയ്യുന്നതാണ് ഇപ്പോൾ 9 വർഷമായിട്ട് ക്യാൻസർ രോഗികൾ, അതോടൊപ്പം കിടപ്പ് രോഗികൾ, കിഡ്നി പേഷ്യൻസ്, ആരും നോക്കാതെ തെരുവിലേക്കുള്ള രോഗികളെ സംരക്ഷിക്കാന്നുള്ളത്. അവർക്ക് വേണ്ട കെയർ ആൻഡ് സപ്പോർട്ട് സ്നേഹതീരം നിന്നുകൊണ്ട് നമ്മുടെ പേഷ്യൻസിനെ ഇപ്പോൾ ആരും നോക്കാനില്ലാത്ത രോഗികൾക്ക് മരുന്നിൻ്റെ സഹായം, ഭക്ഷണ കിറ്റ്, പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ പാവപ്പെട്ട പെൺകുട്ടികൾ കല്യാണം കഴിക്കാനുള്ള സഹായം പലരിൽ നിന്നും പല നല്ല മനസ്സിൻ്റെ ഉടമകളിൽ നിന്നൊക്കെ ഫണ്ട് കണ്ടെത്തി കുട്ടികളെ 13 പിള്ളേരോളം നമുക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പല മതത്തിൽപ്പെട്ടതിൽ ജാതി മതമൊന്നുമില്ല. ശരിക്കും പറയണമെങ്കിൽ ഇത് കേട്ടിട്ട് എനിക്ക് തന്നെ ഒരു ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു. കാരണം ഇത്രയൊക്കെ കാര്യങ്ങൾ ഒരു വ്യക്തി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു കൂടുതൽ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും അത് മാതൃകാപരമാക്കാവുന്നതാണ്. ശരിക്കും ഇതിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം എന്താണ്? വരാനുള്ള ഞാൻ ചെറുപ്പം മുതലേ ഒരുപാട് വിഷമങ്ങളൊക്കെ അറിഞ്ഞൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ വിഷമം അറിഞ്ഞുകൊണ്ട് എനിക്ക് മറ്റുള്ളവരുടെ വിഷമം അറിയാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരാരും വിഷമിക്കരുത്. അങ്ങനെ ഞാനിപ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 21 വർഷം കഴിഞ്ഞു കാര്യങ്ങൾ പ്രവർത്തനം ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് പല മേഖലയിലുള്ള ആളുകളുമായിട്ട് തന്നെ പ്രവർത്തനം ചെയ്തത്. മെയിനായിട്ട് എയ്ഡ്സ് രോഗികൾ, പിന്നെ സെക്സ് വർക്കേഴ്സ്, അവരെ നന്നാക്കി എടുക്കുക. ഈ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ശരിക്കും അവരുടെ ഈ പല ആളുകളും മടിയുന്ന ഒരു അപ്പൊ അതിനൊക്കെ എങ്ങനെയാണ് പ്രതിരോധിക്കുമ്പോൾ എന്തെങ്കിലും മുൻകരുതലുകൾ നമുക്ക് ശരിക്കും ആളുകൾക്ക് തെറ്റായ ധാരണയാണ്. HIV AIDS രോഗികൾ ഇതിങ്ങനെ പകരും, അവരടുത്ത് നിന്നാൽ പകരും, അവരോട് സംസാരിച്ച് അവരോടായിട്ട് ഇടപെട്ട. പക്ഷെ ഒരിക്കലും ഇല്ല. ഞാനിപ്പോൾ 21 വർഷമായി ഇവരായിട്ട് വെച്ചാൽ നമുക്കിത് അവരെ ഒന്ന് ചേർത്ത് പിടിക്കാം. നമ്മൾ പൊതുസമൂഹത്തെ അവരെ ഒറ്റപ്പെടുത്തരുത്. അവരെ ഒന്ന് ചേർത്ത് പിടിക്കുക. അവരെ ഈ അസുഖം നമ്മൾ അവിടെ അടുത്തിരുന്നുകൊണ്ടോ അവരെ ഭക്ഷണം കഴിച്ചുകൊണ്ടൊന്നും ഈ അസുഖം വരുന്നില്ല. നമ്മൾ മെയിനായിട്ട് 4 മാർക്കും കൂടി ശ്രദ്ധിച്ചാൽ മതി. രക്തദാനത്തിലൂടെ ഇപ്പോൾ സിറിഞ്ചൊക്കെ ഷെയർ ചെയ്യാതെ മയക്കുമരുന്ന് അടിക്കുന്നവർ, അതോടൊപ്പം തന്നെ രക്തം ദാനം ചെയ്ത് ഇപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിലൊക്കെ വ്യക്തമായ രക്തമാണ് സ്വീകരിക്കുക. അതുകൊണ്ട് അത് പേടിക്കണം. പിന്നെ നമുക്ക് ഒന്നും കൂടുതലായിട്ടും ഉറപ്പ് പറയാൻ പറ്റാത്ത സെക്സ്, അത് നമുക്ക് ആരോടും പറയാൻ പറ്റില്ല. സെക്സിന് പകരം ഈ ഒരു ഇതിലൂടെ മാത്രമാണ് ഇപ്പോൾ മെയിനായിട്ട് കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോൾ അതിന് സുരക്ഷിതമായിട്ട് പോകാൻ കോണ്ടം യൂസ് ചെയ്യുക, അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. സെക്സ് വർക്കേഴ്സിനിടെ ഞാൻ 1 വർഷം പ്രവർത്തിച്ചിരുന്നു. അവരെ ഒത്തിരി സെക്സ് വർക്കേഴ്സിന് 10-13 പേരെ നന്നാക്കി എടുക്കാൻ പറ്റും. അവർക്ക് സ്വയം തൊഴിലൊക്കെ കൊടുത്തെടുക്കാൻ പറ്റില്ല. പിന്നെ മയക്കുമരുന്ന് നൽകുന്നവരെ ഇടയിൽ പ്രവർത്തിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്യാൻസർ രോഗികൾക്ക് എൻ്റെ വീടിനൊരു സ്ഥാപനമുണ്ട്. എൻ്റെ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻസർ രോഗികൾക്ക് ശരിക്കും പറഞ്ഞാൽ കീമോ റേഡിയേഷനൊക്കെ ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിൽ പോകാനും അവിടെ നിന്ന് അവർക്ക് അത് ചെയ്യാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒത്തിരി രോഗികൾ ചികിത്സ വേണ്ടാന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വീട് കളമശ്ശേരിയിൽ അടുത്തായിട്ട് ഒരു സ്ഥാപനമുണ്ട്. അവിടെ ഇപ്പോൾ ക്യാൻസറിൽ വന്നവർക്ക് കീമോ റേഡിയേഷൻ ചെയ്യാനും അവർക്ക് അവിടെ നിൽക്കാനും അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ളതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെ. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമഘട്ടങ്ങൾ ഉണ്ടാകണം. അപ്പോൾ നമ്മളെ വിഷമം അറിഞ്ഞ് നമ്മളെ വിഷമം പോലെ മറ്റുള്ളവരെ നമുക്ക് നോക്കാൻ പറ്റും. മറ്റുള്ളവരുടെ വിഷമം നമ്മളെ വിഷമമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെയുള്ളൊരു ചെറുപ്പം മുതലേ എനിക്ക് അതിനോട് കാരുണ്യ പ്രവർത്തനത്തിനോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ആരും നോക്കാനില്ലാത്തവർ, അതോടൊപ്പം തന്നെ പ്രയാസം അനുഭവിക്കുന്നവർക്കൊരു താങ്ങായിട്ട് നിൽക്കണം എന്നുള്ളൊരു തോന്നൽ. ഞാൻ വലിയ ആളൊന്നുമല്ല, എന്നാലും എന്നെക്കൊണ്ടായ രീതിയിൽ വാക്കുകളുണ്ടായിട്ടും നമ്മളെ തടി കൊണ്ടായിരിക്കും. ഇപ്പം സാമ്പത്തികം ഒന്നും എനിക്കില്ല. പക്ഷേ നമുക്ക് നമ്മളെ എന്താ പറയുക, പൈസ ചിലവില്ലാത്തൊരു സംഭവമാണല്ലോ. നമുക്ക് വാക്കുകൊണ്ട് അവരെ ഒന്ന് സാന്ത്വനിപ്പിക്കാം. അവർക്ക് വേണ്ട ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായില്ലാത്തൊരു ഹോസ്പിറ്റലിൽ എത്തിക്കുക. പിന്നെ കൂട്ടിരിക്കാൻ, ഇപ്പോൾ വീട്ടിൽ ഇങ്ങനെ അമ്മച്ചിമാരൊക്കെ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ അവർ ബന്ധുക്കളൊക്കെ ഒന്ന് പുറത്തോട്ട് പോകുമ്പോൾ ഇവർക്ക് കൂട്ടിരിക്കാൻ ആരും ഉണ്ടാവില്ല. അവർ കൂടുതൽ ആഗ്രഹിക്കുന്ന കുറച്ച് നേരം സംസാരിക്കാനൊക്കെ. വീട്ടുകാർക്ക് അതിനുള്ള നേരവും ഇല്ല.
അപ്പോൾ കുറച്ച് നേരം അവരൊക്കെ അടുത്ത് ഇരുന്ന് സംസാരിക്കുമ്പോൾ ശരിക്കും അവർക്ക് ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ തോന്നും. എന്ന് വെച്ചാൽ അത്രയും ആരോടും മിണ്ടാനില്ലാതെയൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കണായിരിക്കും. വലിയ വലിയ വീടുകളിലുള്ള പേഷ്യൻസ് ആയിരിക്കും, അമ്മച്ചിമാരൊക്കെ ആയിരിക്കും. പക്ഷേ വീട്ടുകാർക്ക് അവരോട് സംസാരിക്കാൻ നേരില്ല. അവരോ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്ക് ജോലി തിരക്ക് അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് ഞാൻ വീടുകളിലൊക്കെ പോയി കുറേ നേരമൊക്കെ ഇരുന്നവരോട് സംസാരിക്കും, അവരെ കഥകളൊക്കെ കേട്ടിരിക്കും. സീനത്ത് എന്ന മാലാഖയുടെ വിശേഷങ്ങൾ പങ്കുവച്ച് ജെ ടൈംസ് ഇനിയും തുടരും.